കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലൊരു ചാനലിലൊരു പ്രേക്ഷക ചോദിച്ചൊരു ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഇത് ഒ പിയിലും പലരും ചോദിക്കുന്നതാണ്. പലപ്പോഴും മരുന്ന് നമ്മൾ തുടങ്ങി ആദ്യഘട്ടത്തിൽ വരുമ്പോൾ വളരെ സീരിയസ് ആയിരിക്കും, അവർക്ക് അസുഖങ്ങളും നല്ല കൂടി നിൽക്കുകയായിരിക്കും. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 4 മാസത്തിലെ ഈ അസുഖം കൺട്രോൾ വരും, വരുതിയിൽ വരുത്താൻ സാധിക്കും. വരുതിയിൽ വന്നു കഴിയുമ്പോൾ ഇവർക്ക് പിന്നെയുള്ള പ്രശ്നം മരുന്ന് എത്ര നാളത്തേക്ക് കഴിക്കണം, ഇത് ഞാൻ മരിക്കുന്നവരെ കഴിക്കണോ, പെട്ടെന്ന് മരുന്ന് നിർത്താൻ സാധിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമുക്കറിയാം വാതരോഗങ്ങൾ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ടുവരുന്ന, പ്രതിരോധ ശക്തിയുടെ പ്രോബ്ലം കൊണ്ടുവരുന്ന ആർത്രൈറ്റിസ്, അത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് നോൺ ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ടില്ലാത്ത വിഭാഗമുള്ളത്, അത് പലപ്പോഴും തേയ്മാനം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തേയ്മാനം കൊണ്ടുവരുന്ന സന്ധിവേദനയാണ്, അല്ലെങ്കിൽ ചെറിയ മെക്കാനിക്കൽ ഇഷ്യൂ കൊണ്ടുവരുന്ന സന്ധിവേദനയാണെങ്കിൽ പലപ്പോഴും എക്സസൈസ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ കുറച്ച് വാതരോഗങ്ങൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ആമവാദം, അല്ലെങ്കിൽ SLE, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇതെല്ലാം കുറച്ച് നീണ്ട കാലം മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങളാണ്. കാരണം ഇതിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം, മരണം വരെ മരുന്ന് കഴിക്കണോ വേണ്ടേ? നമ്മൾ ഇതിനെ നമ്മുടെ ആർത്രൈറ്റിസിൻ്റെ ചികിത്സയെ പലപ്പോഴും നമ്മൾ രണ്ടായിട്ട് വിഭജിക്കും. ഒന്ന്, അസുഖം കൺട്രോൾ ചെയ്യുന്ന ഫേസ്, ഇനിഷ്യൽ ഫേസ്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ മരുന്നുകൾ നല്ല രീതിയിൽ നല്ല ഡോസ് കുറച്ച് കൂട്ടിക്കൊടുത്ത് പെട്ടെന്ന് അസുഖത്തെ വരുതിയിൽ വരുത്തണം. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് വരുതിയിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിലുണ്ടാകുന്ന തേയ്മാനം കുറയും. നമ്മൾ പതുക്കെയാണ്, അസുഖം കൺട്രോൾ ആകുന്നില്ല, ഓരോ ദിവസം പോകുന്തോറും കാർട്ടിലേജ് നശിക്കും. നമ്മളെപ്പോഴും പറയും ടൈം ഈസ് കാർട്ടിലേജ്. നമ്മൾ എത്ര താമസിച്ചാണോ അസുഖം കൺട്രോൾ ആകുന്നത് അത്രയും നമ്മുടെ തരുണാസ്ഥിയിൽ ഡാമേജ് വരും, അത്രയും നമ്മൾ വിരലുകൾ വളയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇൻറ്റേർണലിയും അതിൻ്റെ എഫക്ട്സ് ഉണ്ടാകാം. പക്ഷേ പെട്ടെന്ന് തന്നെ അസുഖം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് കുറയും, നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസിനെ ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് കുറയും. അത് നല്ലതാണ്. അപ്പോൾ ഇനിഷ്യൽ ഫേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർത്രൈറ്റിസ് കൺട്രോൾ ചെയ്യുന്നു, അതാണ് ഇൻഡക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അത് ചിലപ്പോൾ 2-3 മരുന്നുകൾ ആ 3-4 മാസത്തേക്ക് കഴിക്കേണ്ടി വന്നേക്കാം. യൂഷ്വലി ഒരു 95% ആളുകളിലും ഒരു 6 മന്ത് കഴിയുമ്പോൾ അസുഖം വരുതിയിൽ വരും. ആ ഇൻഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അസുഖം കൺട്രോൾ ആയി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ഓരോ മരുന്നുകൾ കുറയ്ക്കും. മരുന്നുകൾ കുറച്ചുകൊണ്ട് വരുമ്പോൾ ചില രോഗികൾക്ക് മരുന്നുകൾ നിർത്താൻ സാധിച്ചേക്കാം. അതിൻ്റെ പേഴ്സൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ റഫ്ലി പറയുകയാണ് 30-40% ആൾക്കാർക്ക് ആദ്യഘട്ടത്തിൽ ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വന്ന് 6 മന്ത്സിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 50% ആളുകൾക്ക് മരുന്ന് നിർത്താൻ സാധിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് മരുന്നങ്ങ് നിർത്തും. അപ്പോൾ എന്ത് പറ്റും? ഡബിളായിട്ട് ചിലപ്പോൾ അസുഖം തിരിച്ചു വരും. അത് വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് പറയുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസിന് നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇൻസുലിൻ എടുക്കാൻ മറന്നുപോയി, ഷുഗർ 550 ആണ്. അടുത്ത ദിവസം ഇൻസുലിൻ എടുത്തു, ഷുഗർ വീണ്ടും 150 വന്നു. എളുപ്പമാണ്. പക്ഷേ ആർത്രൈറ്റിസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗുളിക കഴിച്ചാൽ കൺട്രോൾ ആകണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും കൺട്രോൾ ആകില്ല. നമുക്ക് കൂടിയ ഡോസിൽ കഴിക്കേണ്ടതല്ലേ വേറെ മരുന്നിലേക്ക് മാറ്റേണ്ടി വരും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം അതുമായിട്ട് അക്കസ്റ്റംഡ് ആകും. പലപ്പോഴും നമ്മൾ നേരത്തെ കഴിച്ച മരുന്ന് റെസിസ്റ്റൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും മരുന്ന് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാതിരിക്കുക. പിന്നെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം, നമുക്ക് എല്ലാവർക്കും മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരണമെന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് മരുന്ന് കുറയ്ക്കുമ്പോൾ അസുഖം തിരിച്ചു വരുന്നെങ്കിൽ ചിലപ്പം വീണ്ടും മരുന്നുകൾ തുടർന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകാം. പിന്നെ ചില വളരെ സീരിയസ് ആയിട്ടുള്ള SLE പോലെ അസുഖങ്ങൾ, വാസ്കുലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ പലപ്പോഴും 4, 5, 6 വർഷങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. SLEയിലൊക്കെയാണ് പലപ്പോഴും ചെറിയ മരുന്നുകളെങ്കിലും, ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നൊക്കെ പലപ്പോഴും ലൈഫ് ലോങ് തന്നെ 1-2 കഴിക്കേണ്ടി വരാം. പക്ഷേ ഇതിൽ സൈഡ് എഫക്റ്റ് ഉള്ള സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകളും പെയിൻ കില്ലേഴ്സും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ പലപ്പോഴും പെയിൻ കില്ലേഴ്സിൻ്റെ യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയുകയാണെങ്കിൽ ലോങ് ടേം മെഡിസിൻ നെസറിയാണ്. എത്ര നാളത്തേക്ക് കഴിക്കേണ്ടി വരും എന്നുള്ളത് ഓരോ രോഗി അനുസരിച്ചാണ്, ഓരോ പേഷ്യൻറ്റിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം അഷ്യൂർഡാണ്, എല്ലാവർക്കും മരണം വരെയൊന്നും മരുന്ന് കഴിക്കേണ്ടി വരില്ല. കുറച്ച് നല്ലൊരു ശതമാനം ആളുകൾക്കെങ്കിലും ഒരു 2-3 വർഷം കഴിയുമ്പോൾ മരുന്ന് നിർത്താൻ സാധിക്കും. പക്ഷേ മരുന്ന് കുറയ്ക്കുന്നതും നിർത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രം ചെയ്യേണ്ട, വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ പലപ്പോഴും അസുഖം തിരിച്ചു വരികയും നമുക്ക് നേരത്തെ നമ്മൾ കഴിച്ചതിനേക്കാൾ ഡബിൾ ഡോസിൽ മരുന്ന് കഴിക്കേണ്ടി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരുന്ന് തന്നെ കൺട്രോൾ ചെയ്യരുത്.